തൃശൂർ പൂരം മട്ടിമറിച്ചെന്നാരോപിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു. അതിലേക്ക് ആണല്ലോ CPM എല്ലാ കാലഘട്ടത്തിലും അവസരവാദപരമായ സമീപനം എടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ സെക്യുലറിസം പറയുക, മതേതരത്വം പ്രസംഗിക്കുക, എന്നിട്ട് രാത്രിയാകുമ്പോൾ സന്ധി ചെയ്യുക. എനിക്ക് BJP-കാരോട് ചോദിക്കാനുള്ളത്, ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും. ഹിന്ദുക്കൾ എന്താ എപ്പോഴും എന്തൊരു പ്രസംഗമാണ്. ക്ഷേത്രം, വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ ഇടോ. എന്നിട്ടാണ് നിങ്ങൾ ഈ പൂരം കലക്കാൻ, ഒരു സീറ്റ് ജയിക്കാൻ CPM-മായി നിങ്ങൾ കൂട്ടുകൂടിയത് അല്ലേ? ഹിന്ദുക്കൾ നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങൾ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് പ്രഖ്യാപിച്ച് അമ്പല കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന BJP-കാരെ കേരളത്തിലെ ഹിന്ദുക്കളായ ആളുകൾ വിചാരണ ചെയ്യും. നിങ്ങൾ വിശ്വാസമല്ല, അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ആയുധങ്ങളാണ്. നിങ്ങൾ ആരാധനയല്ല, നിങ്ങൾക്ക് ക്ഷേത്രമല്ല, നിങ്ങൾക്ക് വോട്ടാണ് പ്രശ്നം. നിങ്ങൾ അതിനുവേണ്ടി ആരുമായി കൂട്ടുകൂടും? നിങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ ഉണ്ടാക്കി അത് വെച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിങ്ങൾ പിണറായി വിജയനെയും CPM-നെയും വരുതിയിലാക്കി, മോഡി ഭരണകൂടം വരുതിയിലാക്കി. നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ജയിക്കാൻ നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന തന്ത്രം, നിങ്ങൾ ഈ സംഘപരിവാർ നേതാക്കളെ കൊണ്ട് ഇവരെ ഭയപ്പെടുത്തി നിങ്ങൾ തൃശ്ശൂരിൽ നടപ്പാക്കി. BJP നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് ഹിന്ദുക്കളോടും മറുപടി പറയേണ്ടി വരും. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇത് അപകടകരമായ ഒരു പോക്കാണ് കേരളത്തിൽ. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് പറയുന്നു, മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ 100ാം വാർഷികമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ല ഞങ്ങളുടെ ഒന്നാമത്തെ പരിഗണന, ഫസ്റ്റ് പ്രയോറിറ്റി. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേരളത്തിലും ഈ രാജ്യത്തും വർഗീയതയെ കുഴിച്ചു മൂടുക എന്നതാണ്.